അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അത്. ഫസ്റ്റ് പാർട്ടിൽ ലിവിങ് ഏരിയയും അതേപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടും ക്ലീൻ ചെയ്യണതാണ് ഇട്ടിട്ടുള്ളത് വീഡിയോ. അത് കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അവരോടായിട്ട് പറയുകയാണ് കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ പിന്നെ എന്നെ അറിയാമല്ലോ. എൻ്റെ പേര് സിമി എന്നാണ്. ഞാൻ ഗുരുവായൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് വീഡിയോസാണ് ഞാൻ അധികം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ലൈക്കും കൂടി തരിക. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാട്ടോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം സ്ഥലമൊന്നുമില്ല. കുറച്ച് കുറവ് സ്ഥലമാണ്. വീടിൻ്റെ ഏറ്റവും കുറച്ച് കുറവ് സ്ഥലമുള്ള ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. പിന്നെ വീട്ടിൽ ആളൊന്നും അധികം ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു. പിന്നെ വീട് പണിയണ സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെ വീട് ഒരു നീളത്തിലുള്ള ഒരു വീടാണ് കേട്ടോ. ഞങ്ങളെ സ്ഥലം അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡൈനിങ് ഏരിയ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോണിയുടെ അടിഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടെടുക്കണത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാനും ഒക്കെ. പിന്നെ ആളധികം ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകണം. പിന്നെ ആൾക്കാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും വെച്ചെങ്കിൽ ആ ഡൈനിങ് ടേബിൾ എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടിടും. എന്നാലും കുറച്ച് സൗകര്യമൊക്കെ കുറവാണ് കേട്ടോ അവിടെ. പിന്നെ കോണിയുടെ മുകളിൽ കുറേ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചെടിയാണ് മെയിനായിട്ട് ഇരിക്കണത്. അപ്പോൾ മോൻ കണ്ടപ്പോൾ പറയുന്നുണ്ട് എന്താ ഇവിടെ കാടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ വെക്കണത്. ഞാനാണെച്ചെങ്കിലോ എവിടെന്നെങ്കിലും ചെടികൾ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് പിടിപ്പിച്ച് അകത്ത് കൊടുന്നേക്കാനുള്ള ചെടികൾ വെക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ മണി പ്ലാന്റിൻ്റെ അത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ, അത് ഒറിജിനലല്ല. അപ്പോൾ അത് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം വീണ്ടും ചിറ്റി വെക്കാമെന്ന് വെച്ചിട്ടാണ്. ക്ലീനിങ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പോഴേ കുറേ കുട്ടികൾ പറഞ്ഞു വിട്ടു എന്നോട് മാസ്കൊക്കെ ഇട്ടിട്ട് ചെയ്തോളൂ, അല്ല വെച്ചെങ്കിൽ പൊടിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അലർജിയുടെ പ്രോബ്ലംസ് ഒന്നും വരണ ആളല്ല. പക്ഷേ മാസ്ക് ഇടണം തന്നെയാണ് സേഫ്. അത് ശരി തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഞായറാഴ്ച എടുത്തതാണ്, അതുകൊണ്ട് ഇതിൽ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി കിച്ചൺ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ എടുക്കണം, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്ക് ഇല്ലാണ്ട് തന്നെയാണ് ഈ വീഡിയോയും ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കോണിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം സ്പേസ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ മുകളിലെ കോണി മുറി ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല ചെയ്യൽ. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലം തന്നെയുള്ളൂ ഞങ്ങൾക്ക്. ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടല്ലോ, അത് മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊടുത്തതാണ് കേട്ടോ. അവൻ വാങ്ങിച്ചതൊന്നല്ല, അവൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി അവന് കൊടുത്തതാണ്. അവരവിടുന്ന് റൂമൊക്കെ ഒഴിഞ്ഞിട്ട് പോകുമായിരുന്നു. അപ്പോൾ മോനോട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അവനത് സേഫായിട്ട് പൊട്ടൊന്നും ചെയ്യാണ്ട് കൊടുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ ശ്രീബുദ്ധൻ്റെ പ്രതിമ. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മളെ വീട്ടിലുണ്ടാക്കണ ക്ലീനിങ് സൊല്യൂഷൻ ഇല്ലേ, അത് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കണത്. ചില സമയത്ത് കോളിന് ഒഴിച്ചിട്ടും തുടയ്ക്കാറുണ്ട്. മെഴുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. കോളിന് ഒഴിച്ചിട്ട് തുടയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായി ചില്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. അങ്ങനെ തുടച്ച് വരുമ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്, ഈ വാഷിംഗ് ബേസിൻ്റെ അടിഭാഗം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ഉൾഭാഗമൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉൾഭാഗം വൃത്തിയാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി നിലം തുടക്കുന്ന സമയത്താണ് കേട്ടോ അത് ഓർമ്മ വന്നത്. വാഷിംഗ് ബേസിൻ കഴുകുന്ന സമയത്ത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സ്പേസ് മാത്രമാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയണത്. ഈ ഡൈനിങ് ടേബിൾ കിടക്കണത് ശരിക്കും ഇതിൻ്റെ അടിയിലായിട്ടാണ്, കോണിയുടെ അടിയിലായിട്ടാണ് ഡൈനിങ് ടേബിൾ കിടക്കണത്. കുറച്ചും കൂടി ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കൈ കഴുകാനൊക്കെ കിടക്കാനുള്ള സ്ഥലവും ഒക്കെ കുറവാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മുട്ടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്ത് 4 കസേര ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ വീട്ടിൽ ആൾ കുറവായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോണു. അപ്പോൾ നമുക്ക് ഈ ഡൈനിങ് ഏരിയയും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ
ഇനിയിപ്പോൾ ബെഡ്റൂമാണ് കേട്ടോ അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഡസ്റ്ററുള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ. മാറാലൊക്കെ തട്ടാനായിട്ട് നല്ല ഹൈറ്റിൽ പോണ കാരണേ ഒരു ബുദ്ധിമുട്ടുമില്ല. മാറാല തട്ടുന്ന പരിപാടിയൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ മാറാല അധികമൊന്നും വരാറില്ല കേട്ടോ. അതേപോലെ തന്നെ പൊടി അധികമില്ല. പക്ഷേ ഉള്ളത് മെയിനായിട്ട് ഈ പല്ലികളുടെ ശല്യമാണ് കേട്ടോ. പല്ലിക്കാട്ടാണ് ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്, കട്ടിലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്. എയർ ഹോളൊക്കെ അടയ്ക്കാത്ത കാരണം തോന്നുന്നുണ്ട്, പല്ലികളെ കൊണ്ട് നല്ല ശല്യം ഉണ്ട് കേട്ടോ. ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ജനലാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജനലാണ് വെച്ചേർക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലെ ജനലാണത്. കുറച്ച് വലിയ ടൈപ്പ് ജനൽ തന്നെയാണ്. അത് കാരണം തുടയ്ക്കാനും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫുള്ള് ജനലൊക്കെ ക്ലീൻ ആക്കണത്. ഞാൻ ഈ ബ്രഷ് വാങ്ങിച്ചത് ജനലിന് വേണ്ടിയിട്ടൊന്നല്ല, പക്ഷേ എനിക്ക് ജനൽ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബ്രഷ്. പല്ലികളെ കൊണ്ടാണ് കേട്ടോ ഇവിടെ ശല്യം മെയിനായിട്ട്. പൊടിയല്ല അധികം ഉണ്ടായിരുന്നത്, പല്ലിക്കാട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എയർ ഹോൾ അടയ്ക്കാത്ത കാരണമാവും ചിലപ്പോൾ പല്ലികളെ കൊണ്ട് ഇത്രയ്ക്കും ശല്യം. ഇനി അതൊന്ന് നെറ്റ് വെച്ചിട്ടൊന്ന് അടച്ചിട്ടൊന്ന് നോക്കണം എന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ, അതൊരു 10-12 കൊല്ലത്തിൻ്റെ അവിടേക്കൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് പുറത്തേക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഒരു സമയത്ത്. പിന്നെ ജോലിക്കൊന്നും പുറത്തേക്ക് പോയിരുന്നില്ല. അത്യാവശ്യത്തിന് തയ്ക്കാനൊക്കെ കിട്ടിയിരുന്നു. ആദ്യം ഒരു ചെറിയൊരു സിംഗിൾ മെഷീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് വെച്ചെങ്കിൽ ചേട്ടന് ഇഷ്ടമുണ്ടായിരുന്നില്ല തയ്ച്ചിട്ട് പുറത്തേക്ക് കൊടുക്കണതും തയ്ക്കാനിരിക്കണതൊന്നും. മൂപ്പർക്ക് ജോലിക്ക് ഉള്ളതായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. സൊസൈറ്റിയിൽ അങ്ങനെ എവിടെയെങ്കിലും ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ BCom കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട്, പക്ഷേ സൊസൈറ്റിയിലൊന്നും ജോലിയൊന്നും ശരിയായൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ തയ്ക്കാനായിട്ടിരുന്നു കേട്ടോ. ഞാൻ സിംഗിൾ മെഷീൻ വെച്ചിട്ട് തയ്ച്ചിട്ട് ആൾ കാണാനാണ് കേട്ടോ കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കും. അപ്പോൾ ആൾക്കാർ ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും തയ്ക്കാൻ കൊണ്ടുവന്ന് തുടങ്ങിയിട്ട്, അപ്പോൾ ആൾക്കാരെ തോന്നി എന്തോ തയ്ക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് മൂപ്പര് തന്നെ വാങ്ങിച്ചെന്താണ് കേട്ടോ ഈ ഒരു മെഷീൻ. ഇതിന് ഒരു 20,000 രൂപയൊക്കെ അന്ന് ആയിട്ടുണ്ട് റേറ്റ്. ഇത് മാത്രമല്ല ഒരു ഓവർലോക്കിൻ്റെ മെഷീൻ കൂടി ഉണ്ട്. അത് അവിടെ കോണിയുടെ മുകളിൽ കയറ്റി വെച്ചെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ തയ്ക്കാനൊന്നും തീരെ പറ്റണില്ല എനിക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കയ്യിൻ്റെ കപ്പലയും ഒക്കെ ഭയങ്കര കടച്ചിലും പൊരിച്ചിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. അത് കാരണം ഞാൻ തയ്ക്കാനിരിക്കാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ തയ്ക്കാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ മെഷീൻ കൈവിട്ട് കളയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. കുറേശ്ശൊക്കെ ആയിട്ട് തയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ എൻ്റെ ഡ്രസ്സിന് ഇപ്പോൾ ഞാൻ തയ്ക്കാനിപ്പോൾ എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല.
സ്വിച്ച് ബോർഡ് നമ്മുടെ കോളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തുറക്കണത്. അങ്ങനെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിടാം. ഈ ഒരു ബെഡ്റൂം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിലില്ല. അത് പ്ലാനിൽ വീട് പണിയണ സമയത്തൊക്കെ ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയുക, റൂമിൻ്റെ സൗകര്യം തീരെ ഇല്ലാണ്ടായി എന്ന് കണ്ടപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലീനിങ് തുടങ്ങാത്തവരൊക്കെ വേഗം തന്നെ തുടങ്ങിക്കോളാം. ഇനിയിപ്പോൾ അധികം ദിവസമില്ല. കുറേ പേരൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.